ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം. യാത്രയ്ക്ക് വടിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. നിങ്ങൾ പോകുമ്പോൾ കൈയും വീശിപ്പിക്കും, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ വടി, അപ്പം, പണം ഇവയൊക്കെ എന്താണ്? ഭൗതികമായ ഒരു സംരക്ഷണം അല്ലേ? ഈശോ നമ്മളോട് പറയുന്നത് ഈ ഭൗതികമായ സംരക്ഷണം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാനായിട്ട്. അപ്പസ്തലന്മാർ അതുപോലെയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇതേ ഉപദേശം തന്നെയാണ് എൻ്റെ ദൈവം ഇന്ന് എന്നോടും പറയുന്നത്. നീ ഭൗതികമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് ജീവിത വീഥികളിലേക്ക് ഇറങ്ങാനായിട്ട്. പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഭൗതികമായ സംരക്ഷണത്തിൽ അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഒത്തിരിയേറെ സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയമായ സംരക്ഷണത്തിന് സാധിക്കുന്നില്ല. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വീണ് പോവുകയാണ്. ദൈവകരങ്ങളിൽ കൊടുത്താൽ, ദൈവ സംരക്ഷണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ മാത്രമേ അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ഒരു വിട്ടുകൊടുക്കൽ എനിക്ക് സാധിക്കുന്നുണ്ട്. അതോ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായ സംരക്ഷണത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ആണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ പോയി അവസാനം പരാജയപ്പെട്ടു പോകും. ഈ ഭൗതികമായ ഒരു കാര്യത്തിനും എൻ്റെ ജീവിതത്തിൽ എന്നും എന്നെ സംരക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഭൂമി വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഇവ വല്ലതും എൻ്റെ കൂടെ വരുമോ? ഒരു സംരക്ഷണവുമില്ല. ഭൗതികമായ ഒരു സംരക്ഷണത്തിനും എൻ്റെ കൂടെ കടന്നു വരാനായിട്ട് പറ്റത്തില്ല. മറിച്ച് എൻ്റെ സംരക്ഷണം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്താൽ, പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ അവൻ എൻ്റെ ജീവിതത്തെ നോക്കിക്കൊള്ളും. സ്നേഹമുള്ളവരെ, ഈ ഒരു സമർപ്പണമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്താൽ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഞാൻ വീണു പോകത്തില്ല കേട്ടോ. കാരണം എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനായിട്ടുള്ള തൻ്റെ ഇടം അവൻ എനിക്ക് നൽകും. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ അവൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഭൗതികമായ സംരക്ഷണത്തിലാണോ? ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാറാനായിട്ട് അവയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, അവൻ്റെ സംരക്ഷണത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട്, അങ്ങനെ ദൈവകരങ്ങളിൽ ശാന്തമായിട്ട് നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട്, സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.